ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അബൌ പേറ്റ് വാലി എന്നുള്ള പോമാണ്. അപ്പോൾ ആദ്യം തന്നെ പോയിറ്റിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഗാരി സ്നൈഡർ is an American poet and environmentalist, often called the poet laureate of deep ecology. അപ്പോൾ ഗാരി സ്നൈഡർ 1930 ജനിച്ചത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ് ആൻഡ് എൻവയോൺമെന്റലിസ്റ്റ് ആണ്. അദ്ദേഹത്തെ ഓഫൻ പോയറ്റ് ലോറിയേറ്റ് ഓഫ് ഡീപ്പ് ഇക്കോളജി എന്നാണ് വിളിക്കാറുള്ളത്. Influenced by Zen Buddhism and environmentalism and closely linked to the Beat generation, 1950s literary movement known for non-conformity and rejection of materialism. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ അല്ലെങ്കിൽ കൃതികൾ എന്ന് പറയുന്നത് സെൻ ബുദ്ധിസവും അതുപോലെ തന്നെ എൻവയോൺമെന്റലിസം ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഉള്ള കവിതകളാണ് അദ്ദേഹം രചിച്ചിരുന്നത്. അതുപോലെ തന്നെ ബീറ്റ് ജനറേഷനായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. ബീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയലിസത്തിനെ റിജക്റ്റ് ചെയ്യുക, അതിനോട് യോജിക്കാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. Born in Washington and Oregon, his early life in nature fostered a deep connection with the natural world. അപ്പം അദ്ദേഹം വാഷിങ്ടണിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം തൊട്ടേ നേച്ചറിനായിട്ട് ഇടപഴകിയാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ വേൾഡിനായിട്ടൊരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. Became a part of San Francisco Renaissance in 1950s, a period of experimental poetry and art alongside writers like Allen Ginsberg and Jack Kerouac. പിന്നെ അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോ റിനൈസൻസ് മൂവ്മെന്റിന്റെ ഒരു പാർട്ടായിരുന്നു. 1950s കാലഘട്ടത്തിലാണ് നടന്നിരുന്നത്. ആ സമയത്താണ് എക്സ്പെരിമെന്റൽ പോയിട്രി അതുപോലെ തന്നെ ആർട്ടൊക്കെ ഒന്ന് ഫേമസ് ആയി വന്നിരുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഫേമസ് ആയിരുന്ന മറ്റ് 2 റൈറ്റേഴ്സിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ കീ വർക്ക്സ് എന്ന് പറയുന്നത് റിപ്രാപ്പ് 1959 റിഫ്ലെക്ട്സ് ഹിസ് വ്യൂസ് ആൻഡ് എംപതി വിത്ത് നേച്ചർ, Mountains and Rivers Without End 1996 explores nature and spirituality, Turtle Island 1974 won the Pulitzer Prize. Other works, This Present Moment 2015 and Earth Household 1969. Snyder's writing blends Eastern and Western philosophies, emphasizing sustainability and ecology, drawing on his understandings of Buddhism, Asian languages and indigenous wisdom. അപ്പം സ്നൈഡറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിൽ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഫിലോസഫീസിൻ്റെ ഒരു ബ്ലെൻഡ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം കൂടുതലും ഇക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കവിതകളാണ് രചിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സസ്റ്റൈനബിലിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് സോഷ്യൽ സയൻസിലെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ചെറിയ ക്ലാസ്സുകളിൽ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അത് ഫ്യൂച്ചർ ജനറേഷന് കിട്ടേണ്ട റിസോഴ്സസിനെ ദോഷം വരുത്താത്ത രീതിയിലായിരിക്കണം നമ്മളിപ്പോഴുള്ള ഉപയോഗം നടത്തേണ്ടത്. നമുക്കിപ്പോൾ ആവശ്യത്തിന് റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷന് ആ ഒരു റിസോഴ്സസ് കിട്ടാതിരിക്കരുത്. അങ്ങനെ അവർക്കും ഈക്വലി ഈ റിസോഴ്സസ് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഉള്ള രീതിയിൽ നമ്മളിവിടെ ബാക്കി വെക്കും എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വി ഫിനിഷ്ഡ് ക്ലിയറിംഗ് ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ട്രെയിൽ ബൈ നൂൺ. ഉച്ചയാകുമ്പോഴത്തേനും ട്രെയിൽ എന്ന് വെച്ചാൽ ഒരു പാത, ഒരു വഴി, അതൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഹൈ ഓൺ ദ റിഡ്ജ് സൈഡ് 2000 feet above the creek. ഒരു റിഡ്ജിന്റെ ഭാഗത്തായിട്ടാണ് ചെയ്തിരുന്നത് ഈ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ക്രീക്ക്, ഒരു അരുവിയുടെ 2000 feet above ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. Reach the pass, went on beyond the white pine groves. അങ്ങനെ അവർ ആ പാസിലെത്തി. എന്നിട്ട് വെന്റ് ഓൺ ബിയോണ്ട്, കടന്നുപോയി. എന്തിന്? വൈറ്റ് പൈൻ ഗ്രൂവ്സ്, പൈൻ ട്രീസ്. ആ പൈൻ ട്രീസിന്റെ ഗ്രോവ്സ്, അതായത് ഒരു കൂട്ടമായിട്ടാണല്ലോ നിൽക്കുക, അത് കടന്ന് പോയി. ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ് ടു എ സ്മോൾ ഗ്രീൻ മെഡോ വാട്ടേർഡ് ബൈ ദ സ്നോ. അപ്പം അവിടെ ചെന്നപ്പോൾ കണ്ടത് എന്തൊക്കെയാണ്? വൈറ്റ് പൈൻ ഗ്രോവ്സ് കണ്ടു. ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് തന്നെ, ഈ മൗണ്ടെയിൻ റീജിയനിൽ ഗ്രാനൈറ്റ് ഉണ്ടായിരിക്കും. അപ്പം അതിനെയാണ് ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ടു എ സ്മോൾ ഗ്രീൻ മെഡോ. അങ്ങനെ ഞങ്ങളൊരു പുൽമേട്, ഗ്രീൻ മെഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. വാട്ടേർഡ് ബൈ ദ സ്നോ, മഞ്ഞിൽ നനഞ്ഞിട്ടുള്ള, മഞ്ഞ് ഉരുകി നനഞ്ഞിരിക്കുന്ന ഒരു പച്ച മെഡോ, പുൽമേടിലാണ് ഞങ്ങൾ എത്തിയത്. Edged with aspen sun, straight, high and blazing, but the air was cool. അപ്പോൾ അവിടെ എന്താണ് പ്രത്യേകത? സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ആസ്പെൻ സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്പെൻ മരങ്ങളുടെ ഇടയിലൂടെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത്, അതായത് സൂര്യന്റെ രശ്മികൾ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് ദ എയർ വാസ് കൂൾ. പക്ഷെ
അവിടുത്തെ എയർ തണുത്തതായിരുന്നു. Ate a cold fried trout in the trembling shadows. I spied a glitter and found a flake, black volcanic glass obsidian. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ തണുപ്പത്തിരുന്നിട്ട് ഒരു ഫ്രൈഡ് ട്രൗട്ട് എന്ന് പറഞ്ഞൊരു ഫിഷാണ്, അത് കഴിച്ചു. ഇൻ ദ ട്രെംബ്ലിംഗ് ഷാഡോസ്, അപ്പോൾ അവിടെ മരങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം കഴിച്ചത്. ഐ സ്പൈഡ് എ ഗ്ലിറ്റർ ആൻഡ് ഫൗണ്ട് എ ഫ്ലേക്ക്. അങ്ങനെ ആ സമയത്ത് ഒരു ഇങ്ങനെ ഗ്ലിറ്ററിങ് കണ്ടിട്ട്, അതായത് ഒരു തിളക്കം കണ്ടിട്ട് നോക്കിയപ്പോൾ ഒരു ഫ്ലേക്കാണ് കാണാനായിട്ട് പറ്റിയത്. എന്തിന്റെ ഫ്ലേക്ക് ആണ് കണ്ടത്? ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ് ഒബ്സീഡിയൻ. അപ്പം ഒബ്സീഡിയൻ ഗ്ലാസിന്റെ ഫ്ലേക്ക് ആണ് കണ്ടത് അദ്ദേഹം. ബൈ എ ഫ്ലവർ, ഹാൻഡ്സ് ആൻഡ് നീസ് പുഷിംഗ് ദ ബെയർ ഗ്രാസ്, thousands of arrowheads leaving over 100 yards. അങ്ങനെ ഒബ്സീഡിയന്റെ ഫ്ലേക്സ് അദ്ദേഹത്തിന് അവിടെ കാണാനായിട്ട് പറ്റി. പിന്നീട് അദ്ദേഹം കൈകൊണ്ട് എന്തൊക്കെയാണ് ബെയർ ഗ്രാസ് ഒക്കെ പുഷ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നീട് അദ്ദേഹം അവിടെ കണ്ടത് thousands of arrowheads leaving over 100 yards. Not one good head, just razor flakes. അപ്പോൾ ആരോ ഹെഡ്സ് ലീവിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഡീബ്രിസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് ആരോ ഹെഡ്സ് ടിപ്പിക്കലി കൺസിസ്റ്റിംഗ് ഓഫ് ഫ്ലേക്സ് ഓഫ് സ്റ്റോൺ ഓർ ഒബ്സീഡിയൻ. അതായത് അദ്ദേഹം ഒരു ഗ്ലിറ്റർ കണ്ടിട്ട് നോക്കിയപ്പോൾ അത് ഒബ്സീഡിയൻ ഗ്ലാസിന്റെ ഫ്ലേക്സ് ആണെന്നാണ് മനസ്സിലായത്. പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് നോക്കിയപ്പോൾ, അതായത് ഈ ഗ്രാസ് ഒക്കെ കടന്ന് പോയി നോക്കിയപ്പോൾ അവിടെ ഒരുപാട് ഈ ആരോ ഹെഡ്സിന്റെ ഫ്ലേക്സ് കാണാനായിട്ട് പറ്റി. അതായത് ഈ ഒബ്സീഡിയൻ ഗ്ലാസ് ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ടൂൾസ് ഉണ്ടാക്കിയതിൻ്റെ ഡീബ്രിസ്, അല്ലെങ്കിൽ അതിൻ്റെ റെമിനൻസ്, അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഈ ഫ്ലേക്സ് ആണ് ഇവിടെ കിടക്കുന്നതായിട്ട് കണ്ടത്. നോട്ട് വൺ ഗുഡ് ഹെഡ് കണ്ടോ. അപ്പം ആരോ ഉണ്ടാക്കിയതിൽ ആരോ ഹെഡ് ഒന്നും അദ്ദേഹത്തിന് അവിടെ കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ തെറിച്ചു പോയിട്ടുള്ള ചെറിയ ചെറിയ ഒബ്സീഡിയന്റെ കഷ്ണങ്ങൾ, അങ്ങനത്തെ ഫ്ലേക്സ് ആണ് കാണാനായിട്ട് പറ്റിയത്. ഓൺ എ ഹിൽ സ്നോഡ് ഓൾ ബട്ട് സമ്മർ, a land of fat summer deer. They came to camp on their own trails. I followed my own trail here, picked up the coal drill, pick, single jack and a sack of dynamite. 10,000 years. സമ്മർ സീസൺ ഒഴികെ ബാക്കി എല്ലാ സമയത്തും മഞ്ഞ് വീഴുന്ന ഈ ഒരു മൗണ്ടെയിനിൽ അവർ വന്നു. ഈ ഫാറ്റ് സമ്മർ ഡീറിന്റെ നാട്ടിൽ അവർ വന്നു ക്യാമ്പ് ചെയ്യാനായിട്ട്, അവരുടെ സ്വന്തം ട്രെയിൽസ്, അതായത് പാതകൾ ഫോളോ ചെയ്തുകൊണ്ട്. ഐ ഫോളോഡ് മൈ ഓൺ ട്രെയിൽ ഹിയർ. ഞാൻ എൻ്റെ പാതയിലൂടെയാണ് ഇങ്ങോട്ട് വന്നത്. പിക്ഡ് അപ്പ് ദ കോൾ ഡ്രിൽ, പിക്ക്, സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനമൈറ്റ്. 10,000 years. എന്നിട്ട് ഈ ടൂൾസ് എല്ലാം എടുത്തു. 10,000 years എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 10,000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആൻസെസ്റ്റേഴ്സ് അവിടെ ആരോസ് ഉണ്ടാക്കിയിരുന്നു, ടൂൾസ് ഉണ്ടാക്കിയിരുന്നു അവരുടെ ആവശ്യങ്ങൾക്ക്, അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം അദ്ദേഹം എടുക്കുന്ന ടൂൾസ് വേറെയാണ് അവിടെ നിന്ന്. ഓക്കെ, അന്ന് ആൻസെസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ആരോസ് എന്ന് പറയുന്നത് അവര് അത് ആരുടെ നേരെയാണോ പുറപ്പെടുവിച്ചത് അന്ന് തീർന്നു. ഇപ്പോൾ അതിൻ്റെ ഫ്ലേക്സ് മാത്രമാണ് അവിടെ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് മൊത്തത്തിൽ ഈ ഒരു കവിതയുടെ ആശയം എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ അപ്രിസിയേഷൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് നോക്കാം. Appreciation of Above Pate Valley by Gary Snyder. Gary Snyder's poem Above Pate Valley is a rich and deeply reflective work that combines the beauty of nature with a sense of human history and ancient wisdom. അപ്പോൾ ഗാരി സ്നൈഡറിന്റെ പോമായിട്ടുള്ള അബവ് പേറ്റ് വാലി എന്ന് പറയുന്നത് നേച്ചറിന്റെ ബ്യൂട്ടിയും അതോടൊപ്പം തന്നെ ഹ്യൂമൻ ഹിസ്റ്ററിയും കമ്പൈൻ ചെയ്യുന്നതാണ്. ആൻഷ്യൻ വിസ്ഡം, പഴയ അറിവുകളെയും ഒക്കെ കമ്പൈൻ ചെയ്യുന്ന ഒന്നാണ്. ഇൻ സിമ്പിൾ ബട്ട് ഇവോക്കേറ്റീവ് ലാംഗ്വേജ്, സ്നൈഡർ ഇൻവൈറ്റ്സ് us on a journey through the wilderness where he takes in the natural surroundings, finding peace and wonder. അങ്ങനെ ഈ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെ സ്നൈഡർ നമ്മളെ വൈൽഡർനെസ്സിലേക്ക്, അതായത് നേച്ചറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നേച്ചറിൽ സമാധാനവും അതുപോലെ തന്നെ അത്ഭുതവും ഒക്കെ തോന്നും നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ. His appreciation for the beauty of nature is clear from the start as he describes standing 2,000 feet above the creek and moving beyond the white pine groves towards a green meadow fed by the melting snow. അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ വരികൾ, അതായത് ഇപ്പോൾ വായിച്ചല്ലോ, ഈ വരികൾ വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം എത്രത്തോളം നേച്ചറിന്റെ ബ്യൂട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും.
കാരണം വെറുതെ ഇങ്ങനെ ഒരു ക്രീക്കിന്റെ മുകളിൽ പോയി അല്ലെങ്കിൽ കുറച്ച് മരത്തിന്റെ അപ്പുറത്ത് കൂടെ പോയി അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഡീപ്ലി അത് ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ക്രീക്കിന്റെ അവിടെ നിന്ന് എത്ര ദൂരത്തിലാണ്, അവിടെ നിന്ന് ഏതൊക്കെ മരത്തിന്റെ അപ്പുറത്തൂടെയാണ് പോയത്, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് കണ്ടത് എന്നൊക്കെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദ ഡീറ്റെയിൽസ് Snyder uses, like the granite shoulders of the mountains and the aspen sun lighting the cool air, gives us a vivid, almost painting-like image of this remote place. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻസ് ലൈക്ക് ഗ്രാനൈറ്റ് ഷോൾഡേഴ്സ്, ആസ്പെൻ സൺ എന്നൊക്കെ പറയുന്നത് ഒരു വിവിഡ് ഇമേജറി ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെ എന്താണ് വിഷ്വൽ ഇമേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ത്രൂ ദിസ് Snyder's words remind us of how nature can make us feel small and humble, yet connected to something far bigger and older than ourselves. അപ്പം സ്നൈഡറിന്റെ ഈ വാക്കുകളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ്, നമ്മളെ നേച്ചറിന് മുന്നിൽ എത്രത്തോളം ചെറുതാണ് എന്ന്. അങ്ങനെ നമ്മളെ എളിമയുള്ളവരാക്കി മാറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മളെക്കാളും ഒരുപാട് വലുതും എന്നാൽ പഴക്കമുള്ളതുമായ ആ നേച്ചറിനായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതായത് നേച്ചറിന് മുന്നിൽ നമ്മൾ എത്ര ചെറുതാണ് എന്ന് കാണിച്ച് നമ്മളെ എളിമയുള്ളവരാക്കുന്നതോടൊപ്പം തന്നെ ഇത്രയും വലുതും ഇത്രയും പഴക്കമുള്ളതുമായ നേച്ചറിനോട് നമ്മൾ കണക്റ്റഡ് ആണ് എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നൈഡേഴ്സ് എൻകൗണ്ടർ വിത്ത് എ ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ് ഒബ്സീഡിയൻ ബൈ എ flower and the thousands of arrowheads leaving adds a historical dimension to the poem, revealing traces of ancient people who once lived off this land. അങ്ങനെ സ്നൈഡർ ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ് ഒബ്സീഡിയൻ കാണുന്നു, അതുപോലെ തന്നെ ഒരുപാട് ആരോ ഹെഡ്സ് പോകുന്നതായിട്ട് കാണുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് കാണിക്കുന്നത്. പണ്ട് അവിടെ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ് കാണിക്കുന്നത്. ദീസ് റെമനൻസ് ഓഫ് പാസ്റ്റ് സിവിലൈസേഷൻ സിംബലൈസ് എ ടൈംലെസ് ലിങ്ക് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ. പണ്ടുള്ള സിവിലൈസേഷനെ കുറിച്ച് പറയുന്നത് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ടൈംലെസ് ലിങ്ക്, അതായത് സമയാതീതമായിട്ടുള്ള ഒരു കണക്ഷൻ ഹ്യൂമൻസും നേച്ചറും തമ്മിൽ. ബൈ യൂസിങ് ഇമേജറി ദാറ്റ് പെയിന്റ്സ് ബോത്ത് ദ വൈൽഡ് ലാൻഡ്സ്കേപ്പ് ആൻഡ് ദ ഹ്യൂമൻ ആർട്ടിഫാക്ട്സ് ഇറ്റ് ഹോൾഡ്സ്, സ്നൈഡർ ക്രിയേറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ്. അങ്ങനെ ഈ വിവിഡ് ആയിട്ടുള്ള ഇമേജറി വഴി അദ്ദേഹം ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യാണ് പാസ്റ്റും പ്രസന്റും തമ്മിൽ. ദ ലാൻഡ് ഇസ് നോട്ട് ജസ്റ്റ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്, ഇറ്റ്സ് എ പ്ലേസ് ദാറ്റ് ഹോൾഡ്സ് ദ മെമ്മറീസ് ഓഫ് കൗണ്ട്ലെസ് ലൈഫ്സ് ബിഫോർ ഹിസ് ഓൺ. അപ്പം നേച്ചർ എന്ന് പറയുന്നത് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമുള്ളതല്ല, പക്ഷെ അതിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. നമുക്ക് മുമ്പ് അവിടെ ജീവിച്ചു പോയ ഒരുപാട് എണ്ണമറ്റ അത്രയും ആളുകളുടെ ജീവിതത്തിന്റെ മെമ്മറീസും എക്സ്പീരിയൻസസും ആണ് ആ നേച്ചറിൽ ബാക്കിയുള്ളത്. അത് പ്രകൃതി ഭംഗി എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ദിസ് മൊമെന്റ് ഓഫ് ഡിസ്കവറി ഷോസ് us deep respect for the land's history, seeing it as a space shared with those who lived and thrived there long before him. അങ്ങനെ ഈ ആരോ ഹെഡ്സിന്റെ ഫ്ലേക്സ്, ഒബ്സീഡിയൻ ഫ്ലേക്സ് ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് മുൻപ് അവിടെ ജീവിച്ചു പോയിരുന്ന ആളുകളോടുള്ള ഒരു റെസ്പെക്റ്റ് ആണ് അത് കാണിക്കുന്നത്. ഹി കണക്ട്സ് ഹിംസെൽഫ് ടു ദ പീപ്പിൾ ഹു വൺസ് യൂസ് ദിസ് വെരി സ്റ്റോൺ ഫോർ സർവൈവൽ, അക്നോളജിങ് വിസ്ഡം ആൻഡ് റെസ്പെക്ട് ദേ ഹാഡ് ഫോർ ദ എൻവയോൺമെന്റ്. അങ്ങനെ പണ്ടുണ്ടായിരുന്ന ആളുകൾ ഈ ഒബ്സീഡിയൻ സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ടൂൾസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട്. അപ്പം അവരുണ്ടാക്കിയ ടൂൾസിനെ കുറിച്ച് എടുത്തു പറയാന്ന് പറയുമ്പോൾ അവരുടെ അറിവിനെയും അവരുടെ ഹാർഡ് വർക്കിനൊക്കെ റെസ്പെക്ട് ചെയ്യുന്നതാണ് നമുക്ക് ആ വരികളിൽ കാണാനായിട്ട് പറ്റുന്നത്. ദ ടൂൾ സ്നൈഡർ ബ്രിങ്സ് ലൈക്ക് ദ കോൾ ഡ്രിൽ, പിക്ക്, സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനമൈറ്റ് കോൺട്രാസ്റ്റ് ഷാർപ്ലി വിത്ത് ദ പീസ്ഫുൾ അൺടച്ച്ഡ് ലാൻഡ്സ്കേപ്പ്, സിംബലൈസിംഗ് ദ ക്ലാഷ് ബിറ്റ്വീൻ മോഡേൺ ഹ്യൂമൻ നീഡ്സ് ആൻഡ് ദ പ്യൂരിറ്റി ഓഫ് നേച്ചർ. അപ്പം അദ്ദേഹം അതിൽ പറയുന്ന ടൂൾസ് എന്ന് പറയുന്നത് കോൾ ഡ്രിൽ, പിക്ക്, സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനമൈറ്റ്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി അക്രമാസക്തമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ കാണിക്കുന്നത്. ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസ് ആണ്. അപ്പം ഇത്തരം ടൂൾസിനെ ഇത്രയും ഭംഗിയുള്ള നേച്ചറിന്റെ ഒപ്പം ചേർത്ത് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് രണ്ടും തമ്മിൽ ഒരേ ഫ്രെയിമിൽ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മോഡേൺ ഹ്യൂമൻ ബീങ്സിന്റെ ഇടയിലുള്ള ക്ലാഷ് കാണിക്കാനായിട്ടാണ്. അതുപോലെ തന്നെ നേച്ചറിന്റെ പ്യൂരിറ്റി. ദീസ് മോഡേൺ ടൂൾസ് ഹിന്റ് അറ്റ് ഹൗ പീപ്പിൾ ഓഫൻ ഷേപ്പ് ഓർ ഡിസ്റ്റർബ് നേച്ചർ ഈവൻ ആസ് ഇറ്റ് റിമെയിൻസ് മച്ച് ദ സെയിം ത്രൂ thousands of years. മോഡേൺ ടൂൾസ് ഹിൻഡ് ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ
എങ്ങനെയാണ് മനുഷ്യര് നേച്ചറിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തെടുക്കുന്നത്. നേച്ചർ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു എല്ലാ കാലഘട്ടത്തിലും, മനുഷ്യരാണ് അതിൽ മാറ്റം വരുത്തിയത്. അതാണ് ഉദ്ദേശിക്കുന്നത്. സ്നൈഡേഴ്സ് അവയർനെസ് ഓഫ് ദിസ് ഇമ്പാക്ട് റിഫ്ലെക്ട്സ് ഹിസ് ഓൺ ഇന്നർ കോൺഫ്ലിക്റ്റ് ആസ് ഹി റെസ്പെക്ട്സ് ദ ലാൻഡ് ബട്ട് ഓൾസോ റെക്കഗ്നൈസസ് ഹൗ മോഡേൺ ലൈഫ് ബ്രിങ്സ് എ റെസ്പോൺസിബിലിറ്റി ടു ട്രീറ്റ് ഇറ്റ് വിത്ത് കെയർ. സ്നൈഡറിന്റെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം നേച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അറിയാം മോഡേൺ ലൈഫിൽ നമ്മൾ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അത് നേച്ചറിന് അധികം ദോഷം വരാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. ഹിസ് മെൻഷൻ ഓഫ് 10,000 years emphasizes the land's endurance which has seen countless changes yet still stands strong. അപ്പോൾ 10,000 years എന്ന് അദ്ദേഹം ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഇത്രയും കാലമായിട്ട് നേച്ചർ ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് വരികയാണ്, അതിനെല്ലാം ടോളറേറ്റ് ചെയ്യുന്നുണ്ട്, എൻഡ്യൂർ ചെയ്യുന്നുണ്ട്. which has seen countless changes yet still stands strong. ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. This perspective makes us think about the lasting impact of our actions and need for preserving such ancient places. അപ്പം ഈ ഒരു പെർസ്പെക്റ്റീവ് നമ്മളെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. എന്താ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്നും, അതുപോലെ തന്നെ നമ്മൾ ഇത്തരം സ്ഥലങ്ങൾ അല്ലെങ്കിൽ നേച്ചറിനെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നും. In above Pate Valley, Snyder's words serve as a reminder of our place in the world. We are brief visitors in the larger story of the land which has endured for ages. Snyder's simple yet powerful language draws readers into his experience, allowing us to feel his sense of wonder, respect and responsibility. അപ്പോൾ ഈ ഒരു പോം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിലെ കുറച്ച് സമയത്തേക്ക് മാത്രം വന്നിട്ടുള്ള വിസിറ്റേഴ്സ്, അതിഥികൾ മാത്രമാണ് എന്നുള്ളതാണ്. ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രകൃതി എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കണ്ട് അതിനെ സഹിച്ച് വന്ന ഒന്നാണ്. അപ്പം നമ്മൾ അത് ഓർക്കണം, നമുക്ക് കുറച്ചു കാലം മാത്രമേ ഇവിടെ എക്സിസ്റ്റൻസ് ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കവിതയിലെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് വഴി അദ്ദേഹം അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് വണ്ടർ, അത്ഭുതം, റെസ്പെക്ട്, റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഹി ടീച്ചേഴ്സ് us that every rock, tree and shadow holds a story, that our role is to respect and preserve the natural beauty around us. ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ഓരോ പാറയും ഓരോ കല്ലും മരവും നിഴലുകളും ഇതിനെല്ലാം ഒരുപാട് കഥകൾ പറയാനായിട്ടുണ്ട്. അതൊക്കെ റെസ്പെക്റ്റ് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രകൃതിയുടെ നാച്ചുറൽ ബ്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദിസ് പോം സെലിബ്രേറ്റ്സ് നോട്ട് ഓൺലി ദ മാഗ്നിഫിസൻസ് ഓഫ് nature but also the wisdom we can gain by seeing ourselves as a part of a much larger enduring world. അപ്പം ഈ ഒരു പോത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേച്ചറിന്റെ ബ്യൂട്ടി മാത്രമല്ല, പക്ഷെ അതിലുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് നേടാൻ പറ്റുന്ന അറിവിനെ കുറിച്ചും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒരു ഷോർട്ട് ആയിട്ടുള്ള പാരഗ്രാഫ് ഈ പോത്തിനെ ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എസെൻസ് ഓഫ് അബവ് പേറ്റ് വാലി. At its heart, Above Pate Valley is a poem about respect and humility. Snyder takes readers on a journey not just through a physical landscape but also through time and history. He reflects on the land's endurance, the remnants of ancient civilization and his own place within his continuum. അപ്പം ഈ ഒരു പോം എന്ന് പറയുന്നത് ബേസിക്കലി മനുഷ്യരെ റെസ്പെക്റ്റും ഹ്യൂമിലിറ്റി, എളിമയും ഒക്കെ പഠിപ്പിക്കാനായിട്ടുള്ളതാണ്. സ്നൈഡറിന്റെ ഈ വാക്കുകളിലൂടെ പോകുമ്പോഴും നമുക്ക് നേച്ചറിന്റെ ഭംഗി, അതുപോലെ തന്നെ അവിടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ജനറേഷൻസിന്റെ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഭൂമി എന്തൊക്കെ സഹിച്ചാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്, എന്തെല്ലാം തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇതിൽ മുൻപ് കടന്നു പോയിട്ടുള്ള സിവിലൈസേഷൻ അല്ലെങ്കിൽ മനുഷ്യരുടെ എക്സ്പീരിയൻസസും അവരുടെ വിസ്ഡം ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്നൈഡർ ഈ നേച്ചറിലെ എവിടെയാണ് നിൽക്കുന്നത്, സ്നൈഡറിന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട്. Through his observations, Snyder encourages us to see nature not merely as a resource but as a living, timeless entity that deserves reverence. Reverence എന്ന് വെച്ചാൽ വാല്യൂ എന്നാണ്. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് വഴി സ്നൈഡർ നമ്മളെ എൻകറേജ് ചെയ്യാണ്, നമ്മളെ
പ്രോത്സാഹിപ്പിക്കുകയാണ്. നേച്ചറിനെ ജസ്റ്റ് ഒരു റിസോഴ്സായിട്ട് മാത്രം കാണാതെ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. He suggests that just like the arrowheads left behind by ancient people, our impact on the land is ultimately fleeting and we must treat it with respect. നമ്മുടെ ആൻസസ്റ്റേഴ്സ് പുറപ്പെടുവിച്ച ആരോ ഹെഡ്സ് പോലെ തന്നെയാണ് ഈ ഭൂമിയിലുള്ള നമ്മുടെ എക്സിസ്റ്റൻസും. അത് ഫ്ലീറ്റിംഗ് ആണ്. ഫ്ലീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് മൊമെന്റ് മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ, ഒരു ചെറിയ സമയത്തേക്ക് മാത്രമുള്ളതാണ്. അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ആരോ ഹെഡ്സ് ഒക്കെ പോയിരുന്ന സ്ഥലമാണിത്, പക്ഷെ ആരോ ഹെഡ്സ് ഒന്നും അദ്ദേഹത്തിന് കണ്ടു കിട്ടിയില്ല. ആരോ ഹെഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഒബ്സീഡിയന്റെ ഫ്ലേക്സ് മാത്രമാണ് കിട്ടിയതെന്ന്. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ കുറച്ച് സമയത്തേക്ക് മാത്രം വന്നിട്ടുള്ളവരാണ് നമ്മളെന്ന് നമ്മളെപ്പോഴും ഓർക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. We must treat it with respect. അപ്പോൾ നമ്മൾ ഈ നേച്ചറിനെ റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യണം. The poem is a call to connect with nature on a deeper level, to be mindful of our actions and to recognize that we are part of a larger ongoing story that began long before us and will continue long after we are gone. അപ്പം ഈ ഒരു പോം എന്ന് പറയുന്നത് നേച്ചറിനായിട്ടുള്ള കണക്ഷൻ ഇത്രയും കൂടി ഡീപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മനുഷ്യരും നേച്ചറും കുറച്ചും കൂടെ ക്ലോസ് ആയിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ പാർട്ട് ഓഫ് എ ലാർജർ ഓൺ ഗോയിങ് സ്റ്റോറി. നമ്മളൊരു വലിയ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ വരുന്നതിന് മുൻപ് ആ സ്റ്റോറിയിൽ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞാലും ആ സ്റ്റോറിയിൽ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഇത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.